ഇന്നലെ നടന്ന IPL 2020 മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിന് രാജസ്ഥാൻ റോയൽസ് തളികയിൽ വിജയം വെച്ച് നൽകുമ്പോൾ ഡഗ്ഔട്ടിൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഒരു പയ്യനെ രാജസ്ഥാൻ ടീം അംഗങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു അരങ്ങേറ്റമായിരുന്നു വൈഭവ് സൂര്യവംശി എന്ന 14 വയസ്സുകാരൻ്റേത്. സത്യത്തിൽ അവനൊരു വിജയം അർഹിച്ചിരുന്നു. 36 വർഷങ്ങൾക്ക് മുൻപ് അക്രം, വഖാർ യൂനിസ്, ഇമ്രാൻഖാൻ തുടങ്ങിയ ഭീകര പേസ് ബോളർമാർക്കെതിരെ 16-ാം വയസ്സിലാണ് സച്ചിൻ തെണ്ടുൽക്കർ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് വസീം അക്രം സച്ചിനോട് ചോദിച്ചു, അമ്മയുടെ സമ്മതം വാങ്ങിയിട്ടാണോ കളിക്കാൻ വന്നിരിക്കുന്നതെന്ന്. ആദ്യ ഇന്നിംഗ്സ് കളിക്കാനിറങ്ങിയ സച്ചിനെ കണ്ട് വഖാർ യൂനിസ് സഹതാരങ്ങളോട് പറഞ്ഞു, ഈ കൊച്ചു ചെറുക്കന് ഏറ് കൊള്ളാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വഖാർ പറഞ്ഞത് തന്നെ സംഭവിച്ചു. ക്രിക്കറ്റ് ബോൾ സച്ചിന്റെ മുഖത്ത് പതിച്ചു, രക്തം പൊടിഞ്ഞു. പക്ഷേ പതറാതെ അവൻ ബാറ്റിംഗ് തുടർന്നു. നല്ലൊരു ഇന്നിംഗ്സ് കളിച്ചു. പിന്നെ നടന്നതെല്ലാം ചരിത്രം. ഇന്നലെ 14 വയസ്സുകാരനായ വൈഭവിനെ കണ്ട ചിലരെങ്കിലും ഈ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ആ സംശയങ്ങളെല്ലാം കാറ്റിൽ പറന്നു. ആദ്യത്തെ പന്ത് തന്നെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ പറന്നപ്പോൾ ഷെയ്ൻ വാട്സൺ കമന്ററി ബോക്സിലിരുന്ന് അലറി, ക്രിക്കറ്റിലെ ഏറ്റവും പ്രയാസമേറിയ ഹിറ്റാണ് ലോഫ്റ്റഡ് കവർ ഡ്രൈവ്. എനിക്ക് അത് ശരിയായി പഠിച്ചെടുക്കാൻ 34 വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോഴാണ് ഈ കുരുന്നു പയ്യൻ ആദ്യ പന്തിൽ തന്നെ ഷോട്ട് വായിക്കുന്നത്. അവിശ്വസനീയം. അതിന് പിന്നാലെ സ്പീഡ് ഗൺ 140 കിലോമീറ്റർ വേഗത രേഖപ്പെടുത്തിയ ആവേശ് ഖാന്റെ ബോൾ തലയ്ക്ക് മുകളിൽ കൂടി പറന്നിറങ്ങിയത് രാജസ്ഥാന്റെ ഡഗ്ഔട്ടിലാണ്. അതൊരു പ്രസ്താവനയായിരുന്നു. നിങ്ങളെന്നെ വിശ്വസിച്ചു, ഞാൻ അതിനുള്ള പ്രതിഫലം തന്നിരിക്കുന്നു. ഫാസ്റ്റ് ബോളർമാരെ കടന്നാക്രമിച്ച വൈഭവ് സ്പിന്നർമാർക്ക് ആദരം നൽകി തനിക്ക് മികവുറ്റ ഒരു ക്രിക്കറ്റ് മസ്തിഷ്കം കൂടിയുണ്ട് എന്ന് തെളിയിച്ചു. അവസരം കിട്ടിയപ്പോഴൊക്കെ രവി ബിഷ്ണോയിയുടെയും ദിഗ്വേഷ് റാട്ടിയുടെയും ഒക്കെ പന്തുകൾ ഗാലറിയിലെത്തിച്ചു. അപ്രതീക്ഷിതമായി പുറത്താകേണ്ടി വന്നപ്പോൾ വൈഭവിൽ നിന്ന് പൊടിഞ്ഞ കണ്ണുനീർ അവന്റെ ഗെയിമിനോടുള്ള ആത്മാർത്ഥതയുടെ പ്രതീകമാണ്. ആകാശത്തിന് കീഴിലുള്ള ഏത് മണ്ണും നാടും കീഴടക്കാനുള്ള പ്രയാണം വൈഭവ് ആരംഭിച്ചിരിക്കുന്നു. അതെ, ഇനിയുള്ള നാളുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബേബി ബോസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.